വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ 2 ദിവസം താമസിച്ചിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് പനിയായത് കാരണം സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഏകദേശം സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനും കുടും കൂടി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. സൺഡേ ആണ് കേട്ടോ ഈ പരിപാടി നടന്നിട്ടുള്ളത്. ഞാനിപ്പോൾ 2 ദിവസം ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ തലേ ദിവസത്തെ നൈറ്റും പിറ്റേ ദിവസത്തെ ഡേയും ആണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഹരിയേട്ടൻ മാലിട്ടിരിക്കുന്നത് കാരണം നോൺ വെജ് ഒന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ സാമ്പാർ അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അത് ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മ എന്നോട് പറയാൻ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവല്ലേ, അപ്പോൾ കുട്ടീനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കുടു നല്ല കരച്ചിലായിരുന്നു. ഉറങ്ങുമായിരുന്നു കേട്ടോ ഞങ്ങൾ. എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ കുടുവിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ കൊണ്ട് നടക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കുടുവിനെ അമ്മയെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എനിക്ക് എൻ്റെ സൗണ്ട് കേട്ടിട്ട് എന്തോ വ്യത്യാസം തോന്നുന്നുണ്ട്. നല്ല ഒച്ചടപ്പുള്ള പോലെ ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ മാക്സിമം കുറച്ച് സൗണ്ടൊക്കെ കൂട്ടി വെച്ചിട്ട് കേൾക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ അമ്മയും അച്ഛനും കുടുവൊക്കെ ആയിട്ട് ഒത്തിരി നേരം സംസാരിച്ചും അവളെ കളിപ്പിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പിറ്റേ ദിവസം പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് അമ്മയ്ക്കും അച്ഛനും. അങ്ങനെ അവർ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ അത് വെച്ച് ഞാൻ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. കുടുവിൻ്റെ അതിന് ഒത്തിരി ഡ്രസ്സുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി എടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഡേറ്റ് എടുത്തപ്പോൾ തന്നെ വീട്ടിൽ ഭയങ്കര സങ്കടം പറിച്ചിലായിരുന്നു. കുഞ്ഞായിട്ട് ഞാൻ പോകുന്നതിലും അത്രയും ദിവസം വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് അവർ രണ്ടുപേരും തനിച്ചാവും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ എല്ലാ അമ്മമാരും, പെൺമക്കളിലെല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. മക്കൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഒത്തിരി കരഞ്ഞു കേട്ടോ. എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞ് പോയാൽ എന്ത് ചെയ്യും, കൊച്ചിനെ ഒന്ന് കാണാനായിട്ട് എന്താ ചെയ്യുക, അവിടെ വരണ്ടേ, അവരുടെ കളിയും ചിരിയൊക്കെ എന്ന് വെച്ചാൽ ഒരു 2.5 മാസം ഒക്കെ ആകുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ഫേസ് നോക്കി അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ ഇവരോട് നോക്കി ചിരിക്കാനും അവർ പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് അത് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കാനും കൈയും കാലൊക്കെ ഇട്ട് കളിക്കാനൊക്കെ തുടങ്ങുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള ഒരു സങ്കടമാണ്. പിന്നെ അവർക്ക് മാത്രമല്ല, അവരെ പോലെ എനിക്കും നല്ല സങ്കടമുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഇത് നമുക്ക് അവിടെ കിട്ടില്ലല്ലോ. പിന്നെ എല്ലാ വീട്ടിലെയും ഹസ്ബൻഡിൻ്റെ അമ്മമാരെങ്ങനെ ആയിരിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ ഹരിയേട്ടൻ്റെ അമ്മ പാവാണ്. അവർക്ക് പെൺമക്കളില്ലാത്തത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ എന്നെ അതെ ഏട്ടത്തിനെ അതെ നല്ല സ്നേഹത്തിലാണ് കേട്ടോ നോക്കുന്നത്. നമുക്കങ്ങനെ ഇതുവരെ നമ്മളോട് മോശമായിട്ട് അങ്ങനെയൊന്നും പറയേ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മ നോക്കുന്നതിലും നന്നായിട്ട് എന്നെ എന്തായാലും എൻ്റെ ഡെലിവറി ടൈമിലാണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട്. അമ്മേനെ ഞാൻ പൊക്കി പറയുന്നല്ല കേട്ടോ. അമ്മ വീഡിയോ കാണുമ്പോൾ അത് വിചാരിക്കണ്ട. അമ്മ ഞാൻ പൊക്കി പറഞ്ഞൊന്നുമല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അമ്മ മാത്രമല്ല, അച്ഛനും ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും, പിന്നെ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും നല്ല കാര്യമാണ്, നല്ല സ്നേഹമാണ്. കാരണം നാട്ടിൻ പ്രദേശമാണ് അവിടെ. കൈനഗരി, കുട്ടനാട് ആ ഭാഗങ്ങളിൽ കൃഷിയും അങ്ങനെ സംബന്ധിച്ചുള്ള നല്ല ഒത്തൊരുമയൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഇവിടെ ടൗണിൽ ജീവിച്ചതുകൊണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തുന്നി കൊടുക്കുകയാണ്. കുടുവാണെങ്കിൽ അച്ഛനായിട്ട് നല്ല കളിയാണ്. ഇപ്പോഴെങ്ങും ഉറങ്ങുന്ന ലക്ഷണമില്ലായിരുന്നു ആൾ. നല്ല കളിയാണ്. 11:30-12 മണിയാവാറായിട്ടുണ്ട്. നല്ല കളിയും ചിരിയായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം അടുക്കി സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. കുടുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അത്രയാണുള്ളത്. ആ ഒരു ബോക്സിലും പിന്നെ കുറച്ച് കവറിലൊക്കെ ആക്കിയിട്ടുണ്ട്. വലിയ ബാഗ് ഹരിയേട്ടൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ തലേദിവസത്തെ പരിപാടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി നാളെ 10:00 കിടന്നുറങ്ങാം. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുടുവിനെ കുത്തിപ്പൊക്കാൻ നോക്കുകയാണ്. പക്ഷെ ആൾ എഴുന്നേൽക്കുന്ന ലക്ഷണമേ ഇല്ല. നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവളവിടെ കിടത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ മൂത്ത ചേച്ചിയാണ്, അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മോള്. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേച്ചി സാമ്പാർ ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറയാണ്, എന്നെ കാണാൻ കൊള്ളത്തില്ലടി, നീ വീഡിയോ ഒന്നും എടുക്കല്ലേ. അപ്പം ഞാൻ ഫേസിലോട്ട് സൂം ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഉണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും കൂടിയാണ് എല്ലാം സെറ്റാക്കുന്നത്. പിന്നെ ഞാനും കുറച്ചൊക്കെ സഹായിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും അടുപ്പത്തായിട്ടുണ്ട്.
അങ്ങനെ പിന്നെ അമ്മ പറയാണ് അവർക്ക് വന്നിട്ടും പോയിട്ട് വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാണ്, അവർ വരാൻ സമയമായിട്ടുണ്ട് പോയി കുളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കഴിച്ചിട്ട് മതി കുളി എന്ന്. അപ്പോൾ അമ്മ നല്ല ചൂട് സാമ്പാർ ആ ഇഡലിയിലേക്ക് ഒഴിച്ച് തരികയാണ്. അങ്ങനെ പിന്നെ മണക്കാന്ന് പറഞ്ഞ് അതിരുന്ന് കഴിച്ചു. അങ്ങനെ വേഗം പോയി കുളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും ഏട്ടത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഒത്തിരി പേരൊന്നും വന്നില്ല, ഒരു ഏട്ടത്തിയും ആമിയോളും ഉണ്ടായിരുന്നു, പിന്നെ ഹരിയേട്ടനും വന്നു. ഇത്രയും പേരാണ്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഏട്ടത്തി കുടുവിനൊക്കെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇപ്പം 12:30 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് അവർ നേരത്തെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് ഞാൻ കുടുവിനെ ഒരുക്കി കേട്ടോ. കുടുവിന് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി. പിന്നെ കുടുവിനെ ഒരുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഹരിയേട്ടനും കൂടി ഫുഡ് കഴിച്ചു. ശരിക്കും ഇതിൽ അമ്മയാണ് വരേണ്ടത്, ഹരിയേട്ടൻ അമ്മയും അച്ഛനൊക്കെയാണ് വരേണ്ടത്. കാരണം എൻ്റെ അമ്മ കുടുവിനെ ഹരിയേട്ടൻ അമ്മയുടെ കയ്യിലേക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഹരിയേട്ടൻ്റെ അച്ഛന് വയ്യാതിരിക്കുന്ന കാരണം അമ്മയ്ക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം അമ്മ കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സ്ഥാനത്തുള്ളത് എൻ്റെ ഏട്ടത്തിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏട്ടത്തി വന്നു. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ അമ്മയ്ക്കും അച്ഛനും അമ്മമ്മയ്ക്കൊക്കെ ഡ്രസ്സും ദക്ഷിണയൊക്കെ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റപ്പാക്കി നടത്തി. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വരുന്ന ഒരു ചേച്ചിക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, ഡ്രസ്സും ഇത് കൊടുക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ വേറെ ആരെയും അങ്ങനെ വിളിച്ചില്ല, എൻ്റെ അമ്മ തന്നെയാണ് കുളിപ്പിച്ചത് കേട്ടോ. കുടുവിന് അമ്മ തന്നെയാണ് കുളിപ്പിച്ചത്. പിന്നെ അമ്മയ്ക്ക് ദക്ഷിണയും ഡ്രസ്സൊക്കെ കൊടുത്തു. അങ്ങനെ ഇറങ്ങാറായ സമയത്ത് അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഫേസിലോട്ട് നോക്കാനേ പറ്റുന്നില്ലായിരുന്നു. കാരണം രണ്ടുപേരും വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. കരഞ്ഞിട്ട് വിടണ്ടല്ലോ, കണ്ണീര് കാണിച്ചിട്ട് ഞങ്ങൾ ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും അവർ അത്രയും പിടിച്ചു നിന്നെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ കണ്ണൊക്കെ നല്ല റെഡ് കളറായിട്ടുണ്ടായിരുന്നു കരഞ്ഞ്. അങ്ങനെ അത്രയ്ക്ക് സങ്കടമുണ്ട് അവർക്ക് ഞാൻ പോകുന്നതിൽ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നിറകുടം വെച്ചിട്ടുണ്ടായിരുന്നു. നിറകുടമൊക്കെ കണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കില്ല, ഒരുപാട് പേര്, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടേത് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി. എനിക്ക് അച്ഛനെ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ, പാവം എൻ്റെ അച്ഛൻ ശരിക്കും കാര്യമായിരുന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനായിട്ട് വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ. അങ്ങനെ കുടുവിനെ എൻ്റെ കയ്യിലായിട്ട് ഏറ്റെത്തി തന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കയറി ഒന്നുകൂടി എല്ലാവരോടും ഫൈനലി യാത്ര പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ടൗണ് എത്തി കേട്ടോ. അപ്പോൾ കാറിലിരുന്ന് കുടു നല്ല ഉറക്കമായിരുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല. ആളവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇനി എഴുന്നേൽക്കുമ്പോഴേക്കും കുടു അച്ഛൻ്റെ വീട്ടിലായിരിക്കും. ഇത് ആമി. ഞാൻ ആമീനെ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ മോളാണ് കേട്ടോ, എൻ്റെ ആദ്യത്തെ കുഞ്ഞാവയാണ്. ഞാൻ അവിടെ വരുന്ന സമയത്ത് ആമിക്ക് 7 മാസം 8 മാസം എന്തേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ലേക്ക് പാലസ് റോഡാണ്. കേട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ആലപ്പുഴ ലേക്ക് പാലസ് റോഡാണ്. അപ്പോൾ ഇത് നേരെ പോകുന്ന ഇപ്പോൾ ഞങ്ങളുടെ ഏട്ടത്തിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലോട്ട് വണ്ടിയൊന്നും ചെല്ലില്ല. ഏട്ടത്തിൻ്റെ വീട്ടിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് ബോട്ടിന് അല്ലെങ്കിൽ വള്ളത്തിന് വേണം ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് ഏട്ടത്തിൻ്റെ വീട്ടിലെത്തി. ഇവിടെയാണ് നമ്മൾ ഹരിയേട്ടനാണെങ്കിലും ഉണ്ണിച്ചാനൊക്കെ ഇവിടെയാണ് വണ്ടി ഇടുന്നത്. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ കൂട്ടാക്കാൻ നിൽക്കുന്ന ഒരാളായിട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞിട്ട് ആളെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുടുവിന് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ആമിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. കുടുവിൻ്റെ കാലെ പിടിക്കുന്നു, കയ്യെ പിടിക്കുന്നു. അവൾ തൊടിയിക്കാനേ സമ്മതിക്കുന്നില്ല. കുടുവിനെ ആരും തൊടാൻ പാടില്ല, ആരും മിണ്ടാനും പാടില്ല, എടുക്കാനും പാടില്ലാത്തൊരവസ്ഥയാണിപ്പം. ബേബി എവിടെ? ആമിയുടെ ബേബിയാണോ? എന്തൊരു സ്നേഹം. ചായ എടുക്കാടി. എന്നാ കഴിച്ചത് അവിടുന്ന്? അടി. അങ്ങനെ പോവാനായിട്ട് ബോട്ട് വന്നു. നമ്മുടെ ബോട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ടിൽ സാധനങ്ങളൊക്കെ കയറി. വേണ്ടിയിട്ട് അടുത്ത ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അവളെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലേ ആമി, ഞങ്ങൾ ബോട്ടിൽ കയറി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ
അതിനിടയ്ക്ക് ഞാൻ മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു പുറത്തുള്ള വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആമി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ വന്നിട്ട് അതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കാഴ്ച കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ കിടപ്പായി. പിന്നെ കിടന്നായിരുന്നു ആൾ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ബോട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒത്തിരി ബോട്ട് പോകും. ഒരു 2 മണി ആ സമയമായിരുന്നു. അപ്പോൾ ഒത്തിരി ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ബോട്ടിൽ പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തും. നടുത്തുരുത്ത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൈനകരി നടുത്തുരുത്ത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കടവ്. നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. കൂടെ വന്നപ്പോൾ തന്നെ കൂടിനെ കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ നിന്നു. അപ്പോൾ 3:30 മുന്നേ ആയിട്ട് കയറണം എന്നായിരുന്നു. അങ്ങനെ 3 മണി ആവട്ടെ എന്നും പറഞ്ഞാണ് അങ്ങനെ നിന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് കുഴപ്പമില്ല, 3:30 മുന്നേ ആയിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് എന്നെയും കുടുനും കുട്ടി ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. അങ്ങനെ കുടുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുടുവിൻ്റെ ഫസ്റ്റ് ദിവസം. അങ്ങനെ കാലൊക്കെ പടിയിൽ ചവിട്ടി ഞങ്ങൾ അകത്തേക്ക് കയറി. ഈ ഒരു നിമിഷമൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നൊരു ടൈമാണ് കേട്ടോ മക്കളെ. അപ്പോൾ വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ എല്ലാവർക്കും. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.